ഹായ് എവർ വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളത് ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ലൊരു ഫിഷ് കറിയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നല്ലൊരു അയിലൻ്റെ ഗസ്സിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു നല്ലൊരു മുളകിട്ട കറിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അയിലാണ്. അയില മീനാണ് എടുത്തിട്ടുള്ളത്. ഇതിനൊന്ന് മുറിച്ചിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇതിവിടെ ഞാൻ ഒരയില മുറിച്ച് കാണിക്കാണ്. ഇപ്പം അയിലൊക്കെ മുറിച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് വേണ്ട മസാല ഞാൻ റെഡിയാക്കി എടുക്കുകയാണ്. ഞാനിവിടെ 8-9 കാശ്മീർ ചില്ലി അതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വെള്ള ജീരക പൊടിച്ചത്, പിന്നെ ഒരു നുള്ളു പുളി. ഇതെല്ലാം അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു മൺചട്ടിയിൽ കരിവേപ്പിൻ്റെ ഇല, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഉള്ളി, പിന്നെ തക്കാളി ഇതെല്ലാം കൈകൊണ്ട് നന്നായിട്ട് ഞൗണ്ടിയെടുക്കണം. നന്നായിട്ടൊന്ന് തിരുമ്പി ഞൗണ്ടിയെടുത്താൽ മതി. കറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ കറിവേപ്പിൻ്റെ ഇല, ഉള്ളി, തക്കാളി ഒക്കെ ഇട്ട് നന്നായിട്ട് ഞൗണ്ടിയെടുത്താൽ നല്ലതായി ടേസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഞാനിവിടെ അരച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മസാല ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പായിട്ടുണ്ടാവും. ഇതൊന്ന് തിളക്കാൻ വേണ്ടി ഗ്യാസിൽ വെച്ച് കൊടുക്കുകയാണ്. ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ അയില മീൻ ഞാൻ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. നന്നായി തിളപ്പിച്ച് കുറുകിയെടുക്കണം. നല്ല ടേസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതൊന്നും കൈയൊന്നും ഇടാതെ ഇങ്ങനെ ഒന്ന് ഇളക്കിച്ച് കൊടുത്താൽ മതി. സ്പൂണൊന്നും ചേർക്കാതെ ഒന്ന് ഇളക്കിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ നന്നായിട്ട് കട്ടിയായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിച്ചപ്പ് വെതറി കൊടുക്കണം. മല്ലിച്ചപ്പ് വെതറി കൊടുത്തിട്ടൊന്ന് അടച്ച് വെച്ചാൽ മതി. ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് സേവ് ചെയ്യേണ്ടത്. ഇപ്പോൾ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. കറിയെല്ലാം ആയിട്ട് 1 മണിക്കൂറായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ സേവ് ചെയ്യാണ്. നല്ലൊരു ഇഷ്ടപ്പെട്ടുള്ള നല്ലൊരു കറിയാണ്. ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കിക്കോളൂ, ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റാണ് മുളകിട്ട കറി. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഉച്ചക്കത്തുള്ള ചോറിന് നല്ലൊരു കറിയാണ്.